ന്യൂക്ലിയോഫിലിക് അഡിഷൻ വിത്ത് എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഇവിടെ ഈ സി ഡബിൾ ബോണ്ട് ഒ പ്ലസ് NH2 ഇസഡ് എന്നൊരു സംഭവമുണ്ട്. അതിൽ നിന്ന് ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി ഇവിടെ ഡബിൾ ബോണ്ടല്ലോ, സി ഡബിൾ ബോണ്ട് NZ എന്ന് പറഞ്ഞ് കിട്ടും. സി ഡബിൾ ബോണ്ട് NZ കാണാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ന്യൂക്ലിയോഫിലിക് അഡിഷൻ വിത്ത് എലിമിനേഷൻ ഓഫ് വാട്ടർ. ഇത് അമോണിയ ഡെറിവേറ്റീവാണ്. ഇതൊരു കാർബണൽ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് കാർബണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ R ഉണ്ടെന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ വാട്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ RC ഡബിൾ ബോണ്ട് NZ. ഓക്കെ, മെക്കാനിസം നമുക്ക് എങ്ങനെ നോക്കാം? മെക്കാനിസം എഴുതി തെറ്റിപ്പോയി, ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പം ആദ്യം നമ്മുടെ കാർബണൽ ഗ്രൂപ്പിന് നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യൂ. ഡബിൾ ബോണ്ട് O, എന്നിട്ട് ആരുണ്ട്? നമ്മുടെ NH2Z ഉണ്ട്. NH2ൻ്റെ മുകളിൽ എന്തുണ്ട്? ലോൺ പെയർസ് ഉണ്ട്. ഈ ലോൺ പെയർസ് വന്ന് കാർബണൽ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ കിട്ടും. സി കാർബണൽ ഗ്രൂപ്പിനല്ലേ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് O വരും, ഇവിടെ N വരും, ഹൈഡ്രജൻ ഇസഡ്. ഇവിടെ N+ വരും, കാരണം ഇവിടുത്തെ ലോൺ പെയർസാണ് നഷ്ടമായത്. N+ വരും. ഇവിടുത്തെ മൈനസ്, പിന്നെ ഇത് കൂടെ ചെയ്യുമ്പോൾ അത് പ്ലസ് ആയിട്ട് ഇത് ഇതായിപ്പോവും. എന്നിട്ട് എന്താണ് ചെയ്തതെന്ന് അറിയാവോ? എന്നിട്ട് എന്താണ് ഫോം ചെയ്തതെന്ന് അറിയാവോ? ഇവിടുത്തെ ഡബിൾ ബോണ്ട് മാറി ഇവിടുത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. അപ്പോൾ OH ആയി NHZ. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വരും, മനസ്സിലായോ? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വരും. ഇവിടുത്തെ ഹൈഡ്രജനിലെ ഈ ബോണ്ട് ഇങ്ങോട്ട് വരും. അവിടെ വരുമ്പോൾ ഇവിടെ മൈനസായി അത് മൊത്തം ക്യാൻസലായി H ഇങ്ങോട്ട് വരും. അപ്പം ഡബിൾ ബോണ്ട് ഉണ്ട്. പ്രോട്ടോൺ ട്രാൻസ്ഫറിലൂടെ നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് ഓർമ്മയിരുന്നാൽ മതി. എന്നിട്ട് ഈ ഒരു ഇതും റിമൂവ് ചെയ്ത്, ദാറ്റ് ഇസ് സി ഡബിൾ ബോണ്ട് N സിംഗിൾ ബോണ്ട് ഇസഡ്. ഓക്കെ ആണല്ലോ. 4 കാർബണും ഫില്ലായി, നൈട്രജനും ഉണ്ട്, നമ്മുടെ ഇസഡും ഉണ്ട്. ഇനി നമുക്കിനി ഡെറിവേറ്റീവ്സ് നോക്കാം.